പത്തനംതിട്ട കാനറ ബാങ്ക് ശാഖയ്ക്ക് മുന്നിലാണ് രാവിലെ അണലിപ്പാമ്പിന്റെ കുഞ്ഞിനെ കണ്ടത്. ഞാൻ ലോക്ക് തുറക്കാൻ ഒരുങ്ങിയപ്പോൾ ലോക്കിൻ്റെ അടിയിലായിരുന്നു. കണ്ടു. ഭയൊന്നും പെട്ടെന്ന് കൈയെടുത്ത് മാറ്റി. രാവിലെ ജീവനക്കാർ ബാങ്ക് തുറക്കാൻ വേണ്ടി വന്നപ്പോൾ ഷട്ടറിന്റെ പൂട്ടിൽ ഈ അണലിപ്പാമ്പിന്റെ കുഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ജീവനക്കാർ ആകെ ഭയന്നുപോയി. പിന്നീട് RRT വിവരം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാരൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇവിടേക്ക് ഇപ്പോൾ ഒരാൾ എത്തി ഈ ഷട്ടറിൻ്റെ പൂട്ടിൽ കുടുങ്ങിയിരുന്ന ആ പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ പാമ്പിനെ പിടികൂടി അത് ഒരു ടിന്നിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയും നേരം വളരെ ആശങ്കയായിരുന്നു. RRT ലൈസൻസ് ഉള്ളതാണ്. പത്തനംതിട്ട 2 പേർക്ക് ലൈസൻസ് ഉണ്ട്. RRT അണലി കുഞ്ഞു RRT സംഘത്തിൽ നിന്ന് ഒരു 2 വർഷമായി ലൈസൻസ് കിട്ടിയിട്ട്. അണലിയാണ്. അതെ വിഷമുള്ള പാമ്പ്. അപ്പോൾ ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഈ പാമ്പിനെ പിടികൂടി കുപ്പിയിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു ആശങ്ക ഒഴിവായത്. ജീവനക്കാർ ഭയന്നു പോയിരുന്നു. രാവിലെ ജീവനക്കാർ ബാങ്കിലേക്ക് വരികയും ആ സമയത്ത് തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജീവനക്കാരും ആശങ്കയിലായിപ്പോയി. കാരണം ബാങ്ക് തുറക്കാൻ കഴിയുന്നില്ല. ആ പൂട്ട് ഒരു രീതിയിലും താക്കോലിട്ട് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവിടെയാണ് ഈ അണലിപ്പാമ്പിൻ്റെ കുഞ്ഞ് നിന്നിരുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? മുഹമ്മദ് അലി എന്ന ആളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തി പാമ്പിനെ പിടികൂടിയിരിക്കുന്നത്. ഏതായാലും കാനറ ബാങ്ക് ഇനി തുറക്കാം, ആശങ്ക ഒഴിവായിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുകൊണ്ടൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.